ഇതെന്തിനാവേ കണ്ടിക്കണേ? ഇത് കണ്ടിക്കുന്നതേ ഇതിൻ്റെ പിണ്ടി എടുത്ത് തോരൻ വെക്കാമേ. മോൻ കൂട്ടിയിട്ടില്ലേ? എനിക്കിഷ്ടമല്ല. ഇഷ്ടമല്ലേ? അത് ശരിയാ. ഇത് തോരൻ വെക്കും, പിന്നെ പരിപ്പിട്ട് തോരൻ വെക്കും, ഉണക്കമീനിട്ട് തോരൻ വെക്കും, തീരെ ഉണക്കമീനിട്ട് തീരെ വെക്കും. പിന്നെ ഇത്രയും എന്തിനാ കളയണം? അത്രയും പോയില്ലേ? ഇല്ല, അതല്ല, അത് ഇല്ല. ഈ പിണ്ടി തന്നെയായിട്ട് വരും. കാണിക്കാം. ഇതങ്ങനെ മനസ്സിലാവും? ഇല്ല, അത് മനസ്സിലാവും. കാണിക്കാം. മനസ്സിലാവുന്ന എങ്ങനെയാണ്? മനസ്സിലാക്കി തരാം. കൊള്ളാം. ലാസ്റ്റ് ഇങ്ങനെ 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 വന്ന് കണ്ടോ? ഇങ്ങനെ ഇങ്ങനെ പൊളിച്ച് കഴിയുമ്പോൾ ഒന്നില്ലാത്തൊരവസ്ഥ വരും. ഒന്നും പൊളിക്കാനില്ലാത്തൊരവസ്ഥ വരുമേ. അതാണ് പിണ്ടി. ഇത് വട്ടം വട്ടം കണ്ടിച്ച് അതിനകത്ത് നാരുണ്ട്. ആ നാര് കളഞ്ഞ് പരിപ്പിട്ട് തോരൻ വെക്കാം, കുഞ്ഞായിട്ട് അരിഞ്ഞ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പീര വെക്കാം. അങ്ങനെ പല ഈ അപ്പൻഡീസ് ഇതൊക്കെ കൂട്ടിയില്ലേ. അപ്പൻഡീസ് എൻ്റെ ഞങ്ങളുടെ വീട്ടിൽ 8 പേരാണ് പിള്ളേർ. ഒരു കുഞ്ഞുങ്ങൾക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും ഒന്നും അപ്പൻഡിക്സിൻ്റെ അസുഖം വന്നിട്ടില്ല. എന്നാന്നോ, പിണ്ടിയും ചുണ്ടും ഒക്കെ കൂട്ടിയിരിക്കണം. അപ്പം നീ ഇഷ്ടമില്ലെന്ന് പറഞ്ഞില്ലേ, കൂട്ട്. ഇതൊന്നും ഒരിക്കലും ഉണ്ടാകത്തില്ല. ഇതിനകത്ത് ഈ പോലെ നാര് പോലെ ഉണ്ട്. അത് നമ്മുടെ കുടലിൽ ചെന്ന് വലിയ മുടിയോ കല്ലോ മണ്ണൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അങ്ങ് പോകും. അപ്പം നമ്മുടെ കണ്ടോ, നമുക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടാകത്തില്ല.